ഒരു ചെറിയ റീക്യാപ്പ് വെച്ച് തുടങ്ങാം. എന്തിനാണ് റീക്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാള് നമ്മൾ കണ്ടത് ഒരു ഹിസ്റ്റോറിക്കൽ ത്രില്ലറൊക്കെ ആയിട്ടായിരുന്നു ഇത്രയും നാള് ബെർസർക്ക് പോയിണ്ടായിരുന്നത്. ആദ്യത്തെ കുറച്ച് പാർട്സ് ഒഴിച്ച് ആദ്യത്തെ കുറച്ച് പാർട്സിലാണ് പിന്നെയും കുറച്ചൊക്കെ ഫാന്റസി എലമെന്റ്സ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇനി അങ്ങോട്ട് എക്ലിപ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആൻഡ് ഇവിടുന്ന് തുടർന്ന് നടക്കുന്ന കാര്യങ്ങളെല്ലാം മൊത്തം ഡാർക്ക് ഫാന്റസിയാണ്. ആൻഡ് ഡാർക്ക് ഫാന്റസി എന്നൊക്കെ ഡാർക്ക് എന്നൊക്കെ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഊഹിക്കാൻ പറ്റാവുന്നില്ല അപ്പുറത്തുള്ള ഡാർക്കാണ്. സോ ഒരു ചെറിയ റീക്യാപ്പ് വെച്ച് തുടങ്ങാം. നമ്മൾ ഇത്രയും നാൾ കണ്ടത്, ആദ്യത്തെ പാർട്സിൽ കണ്ടത് ഗഡ്സിന്റെ ബ്ലാക്ക് സ്വോർഡ് സ്മിത്ത് ആർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഗഡ്സിന്റെ കുട്ടിക്കാലം കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് ഗഡ്സ് ഗ്രിഫിത്ത് ആയിട്ട് ചേർന്നത്, ആൻഡ് ഗ്രിഫിത്തിനൊപ്പം ചേർന്നതിന് ശേഷം തന്നെ വൈറ്റ് ഓക്സിൽ ഒരു മെമ്പർ ആയത്. അതിനുശേഷം തന്നെ മിഡ്ലാൻഡിൽ അവർ പോയിട്ട് വാർ ഉണ്ടായിരുന്നത്. ആ വാറിന്റെ അവസാനം വൈറ്റ് ഓക്സ് ജയിക്കുന്നതും അതിനുശേഷം ഗ്രിഫിത്തിനെ രാജാവ് അംഗീകരിക്കുന്നതും അതിനുശേഷം ഗഡ്സ് വൈറ്റ് ഓക്സ് വിട്ടു പോകുമ്പോൾ അതിന്റെ ദേഷ്യത്തില് ഗ്രിഫിത്ത് അവിടുത്തെ രാജ്ഞി, അതായത് അവിടുത്തെ പ്രിൻസസിനെ പോയിട്ട് സെക്ഷുവലി അബ്യൂസ് ചെയ്യുന്നത്, സെക്ഷുവലി അവര് ഇന്റർകോഴ്സ് ചെയ്യുന്നത്. ആൻഡ് അത് കണ്ടിട്ട് രാജാവ് ഗ്രിഫിത്തിന് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നത്. അവിടുന്ന് പിന്നെ ഗ്രിഫിത്തിനെ അതായത് എടുത്തുകൊണ്ട് വന്നത് ഗഡ്സും കാസ്കെ എല്ലാവരും കൂടിയിട്ട്. ആൻഡ് എടുത്തുകൊണ്ട് വരുമ്പോൾ അതിനുശേഷം ബ്ലാക്ക് ഡോഗ് നൈറ്റ്സിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് വൈറ്റ് ഓക്സിനെ അറ്റാക്ക് ചെയ്യുന്നതും അതിലൊരു വലിയ മോൺസ്റ്റർ ഉണ്ടാകുന്നതും ആൻഡ് ആ മോൺസ്റ്റർ ആയിട്ടുള്ള ഫൈറ്റിന് ശേഷം ആ മോൺസ്റ്റർ മരിക്കുന്നതും അവിടെ സോഡ് വരുന്നത്, സോഡ് വന്നതിന് ശേഷം ഗ്രിഫിത്തിനെ അവിടുന്ന് രക്ഷിക്കുന്നതും ആൻഡ് ഗ്രിഫിത്തിന്റെ വിധി എന്താണെന്നും ബെഹലത്ത് എന്തായാലും അവസാനം അവന്റെ അടുത്തോട്ട് തന്നെ വരുമെന്നും അതുപോലെ തന്നെ ഗഡ്സിന്റെ വിധി എന്താണെന്നും സോഡ് പറഞ്ഞിട്ട് സോഡ് അവിടുന്ന് പോകുന്നതും ഇവിടെയാണ് നമ്മൾ ഇത്രയും നാളായിട്ട് പറഞ്ഞു നിർത്തിയത്. ഇതിപ്പോ 1.5 മിനിറ്റിൽ ഞാൻ പറഞ്ഞത്, അതായത് ഒരു മിനിമം ഒരു 2 മണിക്കൂർ 3 മണിക്കൂറിന്റെ വീഡിയോസ് ആണ്. അപ്പൊ നിങ്ങൾ അത് അത് കാണുമ്പോൾ കുറച്ചും കൂടി ഒക്കെ ബെറ്റർ ആയിട്ട് മനസ്സിലാവും. സോ അവിടുന്ന് നടക്കാൻ പോകുന്ന ബാക്കി കാര്യങ്ങളാണ്, എക്ലിപ്സ് ആണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് വാച്ചിങ്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ വൈൽഡ് എങ്ങനെയാണ് മരിച്ചത്, വൈൽഡിനെ എങ്ങനെയാണ് ഗഡ്സും എല്ലാവരും കൂടി ചേർന്നിട്ട് കൊന്നതും അതിനുശേഷം സോഡ് വന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് വൈൽഡ് മരിച്ചതിന് ശേഷം അത്രയും വലിയ ഒരു ബോഡി ഒരുപാട് പാർട്സ് ആയിട്ടുള്ള ഒരുപാട് ക്രീച്ചേഴ്സ് ആയിട്ട് മാറാൻ തുടങ്ങും. ആൻഡ് ഇങ്ങനെ ക്രീച്ചേഴ്സ് ആയിട്ട് മാറിയിട്ട് അതൊരു ചുഴലി പോലെ ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് പോകുന്ന പോലെ നമുക്ക് കാണിക്കും, ആകാശത്തോട്ട്. ആൻഡ് അങ്ങനെ ഒരുപാട് വലിയൊരു രൂപമായിരുന്നത് ചെറിയ ചെറിയ ക്രീച്ചേഴ്സ് ആയി മാറിയിട്ട് അവിടുന്ന് മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതിന്റെ അങ്ങനെ ഫുള്ളായിട്ട് മാഞ്ഞു പോകുമ്പോഴായിരിക്കും നമുക്ക് ആ വൈൽഡിന്റെ ശരിക്കുള്ള രൂപം അവിടെ കാണുക. അതൊരു കിളവനായിരിക്കും, ഭയങ്കര വയസ്സുള്ള ഒരു കിളവനായിരിക്കും, അത് ചെറിയൊരു കിളവനായിരിക്കും. ആൻഡ് ഇതിനുശേഷം വൈറ്റ് ഓക്സിലെ ബാക്കിയുള്ള മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം ബാക്കി കുറച്ച് പേരെ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഒരു ടീം വേറൊരു സ്ഥലത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ടീമിലെ ഒട്ടുമിക്ക ആൾക്കാരെയും ഒരു ജീവി വന്ന് കൊന്ന കാര്യം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ എല്ലാവരും ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാസ്ക ഇനി ഗഡ്സിന്റെ കൂടെ പോകണോ അതോ ഇവിടെ നിൽക്കണോ എന്നുള്ള കാര്യം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരിക്കും. കാരണം ഗഡ്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഗ്രിഫിത്തിനെ രക്ഷിച്ചതിന് ശേഷം കാസ്കയും ഗഡ്സും അവിടുന്ന് പോകുന്നുള്ള കാര്യം രണ്ടുപേരും തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ഗ്രിഫിത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം ഗ്രിഫിത്തിന് അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും, അതായത് അവന് ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും അവനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ കാസ്ക ഒരു ഡബിൾ മൈൻഡ് ആയിട്ട് നിൽക്കും. ലവ് ആണോ അതോ ലൈഫ് രക്ഷപ്പെടുത്തിയവനാണോ, അതായത് ഗഡ്സ് വേണോ അതോ ഗ്രിഫിത്ത് വേണോ എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് അവളിങ്ങനെ ഡബിൾ മൈൻഡഡ് ആയിട്ട് നിൽക്കും. ആൻഡ് ഇതിന് ശേഷം കാസ്ക പോയിട്ട് ഗ്രിഫിത്തിനെ കാണും. ഗ്രിഫിത്തിനാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്വന്തമായിട്ട് എഴുന്നേറ്റ് ഇരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരിക്കും. ആൻഡ് അത് കണ്ടിട്ട് കാസ്കക്ക് ഭയങ്കരമായിട്ട്, അതായത് കുറ്റബോധം തോന്നും, അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട്. അതുകൊണ്ട് തന്നെ അവള് ഗ്രിഫിത്തിന്റെ കൂടെ തന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കും. അവള് ലവിനെ വിട്ടിട്ട് അവളുടെ ഗോഡ്, അതായത് അവളുടെ ജീവൻ രക്ഷിച്ച ആളുടെ കൂടെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവള് തീരുമാനം എടുക്കും. ആൻഡ് ഇവിടെ കട്ടിയത് നമുക്ക് വൈറ്റ് ഓക്സിലെ മെമ്പേഴ്സ് തമ്മിൽ സംസാരിക്കുന്നത് കാണിക്കും. അവരെന്താ സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഗഡ്സ് തിരിച്ചു വന്നില്ല, അപ്പൊ ഗഡ്സിനോട് അവര് വീണ്ടും വൈറ്റ് ഓക്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറയും. കാരണം ഇപ്പൊ വൈൽഡായിട്ട് ഇത്രയും വലിയൊരു ബാറ്റിലെല്ലാം നടന്നപ്പോൾ അതിനോ ജയിക്കാനുള്ള ഒറ്റ ഒരു കാരണം ഗഡ്സ് മാത്രമാണ്. ഗഡ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും അതിൽ ജയിക്കില്ലായിരുന്നു. സോ ഗഡ്സിനെ വീണ്ടും വൈറ്റ് ഓക്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള വൈറ്റ് ഓക്സ് മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കമ്പൽ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഗഡ്സ് ഇപ്പോഴും കാസ്കയെ ഇവിടുന്ന് കൂട്ടിയിട്ട് അവർ രണ്ടുപേര് പോകണം എന്നുള്ള കാര്യമായിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഗ്രിഫിത്തിനെ രക്ഷിച്ചതിന് ശേഷം കാസ്കെ അവന്റെ കൂടെ വരാമെന്ന് കാസ്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന് ശേഷം കാണിക്കുന്നത് ജുഡായി ഗഡ്സിനെ കൂട്ടിക്കൊണ്ട് പോകുന്നതാണ്. ജുഡായി ഗഡ്സിനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് പറയും, നീ ഇവിടുന്ന് അവളെയും കൂട്ടിക്കൊണ്ട് പോ, അതായത് കാസ്കയും കൂട്ടിക്കൊണ്ട് പോ, കാസ്കെ ഇപ്പൊ നിന്നെ പ്രേമിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പൊയ്ക്കോ, ഇപ്പൊ കാസ്കയുടെ ആവശ്യം ഈ ടീമിനില്ലാന്ന് ജുഡായു ഗഡ്സിനോട് പറയും. ആൻഡ് ഇതിന് ശേഷം ഗഡ്സ് നേരെ പോയിട്ട് കാസ്കയെ കാണും. കാസ്കയെ കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് പോകണം എന്നെല്ലാം പറയും. പക്ഷെ കാസ്ക ഇവിടെ എന്ത് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് ഗ്രിഫിത്തിനെ തനിച്ചാക്കിയിട്ട് വരാൻ പറ്റത്തില്ല, കാരണം
ഗ്രിഫിത്തിന് ഇപ്പൊ ഏറ്റവും അത്യാവശ്യം ഞാനാണ്, അവന്റെ കാര്യങ്ങൾ നോക്കാൻ വേറെ ആരെ കൊണ്ടും പറ്റില്ല എന്നെല്ലാം പറഞ്ഞിട്ട് കാസ്ക ഗഡ്സിന്റെ മേളിലോട്ട് ചാരിയിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് സോറി എല്ലാം പറയും. ആൻഡ് കാസ്ക പറയും ഞാൻ വരുന്നില്ല എന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ഗഡ്സിന് വലുതായിട്ട് കുലുക്കൊന്നും ഉണ്ടാകത്തില്ല, കാരണം ഗഡ്സിന് മനസ്സിലായിണ്ടാവും എന്തുകൊണ്ടാണ് കാസ്ക ഇങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം. ആൻഡ് ഇവിടെ കട്ടിയത് നമുക്ക് ഗ്രിഫിത്തിനെ കാണിക്കും. ഗ്രിഫിത്ത് ഒരു കുതിര വണ്ടിയിൽ ഇരിക്കുകയായിരിക്കും. ആൻഡ് ആ കുതിര വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഗ്രിഫിത്തിന് അവന്റെ തന്നെ പഴയ സെൽഫില്ലേ, ഫുൾ ഫോമിലുള്ള ആ സെൽഫ് അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ആൻഡ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും നിന്റെ ഡ്രീം ഇപ്പോഴും എൻഡ് ആയിട്ടില്ല എന്ന് പറയും. ആൻഡ് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഗ്രിഫിത്തിന് അവന്റെ പഴയ ഓർമ്മകൾ, അതായത് അവന്റെ കുട്ടിക്കാലത്തുള്ള ഓർമ്മകൾ, അതായത് ആ കാസിൽ നോക്കിക്കൊണ്ട് ഓടിക്കൊണ്ടിരുന്ന ആ ഓർമ്മകളെല്ലാം അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ പോയിന്റിൽ ഗ്രിഫിത്ത് കംപ്ലീറ്റ് ആയിട്ട് അൺകോൺഷ്യസ് ആവും. അൺകോൺഷ്യസ് ആയിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഗ്രിഫിത്ത് ഒരു കുതിര വണ്ടിയിലാണ് ഇരിക്കുന്നത്. ആൻഡ് ആ കുതിര വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഗ്രിഫിത്ത് അറിയാണ്ട് ആ കുതിര വണ്ടി ആക്ടിവേറ്റ് ചെയ്യും. അതായത് കുതിരകൾ ഓടാൻ തുടങ്ങും. ആൻഡ് കുതിരകൾ ഓടാൻ തുടങ്ങുമ്പോൾ ഗ്രിഫിത്തിന് അവന്റെ മൈൻഡിൽ വരുന്നത് അവൻ ആ കൊട്ടാരം നോക്കി ഓടുന്ന പോലെ ആയിരിക്കും. ആൻഡ് ഇങ്ങനെ ഗ്രിഫിത്ത് വെച്ചിരുന്ന വണ്ടി പോകുന്ന കണ്ടപ്പോൾ ഗഡ്സും ബാക്കിയുള്ളവരെല്ലാവരും പേടിച്ച് തന്നെ പെട്ടെന്ന് അവരുടെ കുതിര വണ്ടിയിൽ എടുത്തിട്ട് പിന്നാലെ പോകാൻ തുടങ്ങും. കാരണം ആ വണ്ടി പോയിട്ട് വല്ലയിടത്തും വീണ് കഴിഞ്ഞു, അതായത് സ്ലോപ്പിൽ കൂടെയാണ് പോകുന്നത്. അപ്പൊ അത് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രിഫിത്തിന് എന്തായാലും നന്നായിട്ട് ഇഞ്ചുറി പറ്റും. കാരണം ഗ്രിഫിത്ത് ഇപ്പൊ അത്രയും വീക്കറായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ആക്സിഡന്റ് പോലും ഗ്രിഫിത്തിന് ഭയങ്കരമായിട്ട് ഇഞ്ചേർഡ് ആകുന്നുള്ള കാര്യം ആലോചിച്ചിട്ട് വൈറ്റ് ഹോക്സിലെ മെമ്പേഴ്സ് എല്ലാവരും പിന്നാലെ പോകാൻ തുടങ്ങും. പക്ഷേ ഗ്രിഫിത്തിന്റെ വണ്ടി നേരെ പോയിട്ട് ആ സ്ലോപ്പിൽ നിന്ന് മറിയും. ആൻഡ് മറിയുമ്പോൾ നേരെ ഗ്രിഫിത്ത് അന്ന് തെറിച്ചു പോയി വീഴും. ആൻഡ് ഈ തെറിച്ചു പോയി വീഴുന്ന സമയത്ത് ഗ്രിഫിത്തിന് ഒരു ഇലൂഷൻ പോലെ അവന്റെ മൈൻഡിൽ ഒരു സ്വപ്നം വന്നുകൊണ്ടിരിക്കും. ആ സ്വപ്നത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രിഫിത്ത് കയ്യും കാലൊന്നും അനക്കാൻ പറ്റാണ്ട് ഒരു വീട്ടിൽ ഇരിക്കുകയായിരിക്കും. ഗ്രിഫിത്തിന്റെ ഭാര്യയായിട്ട് അവിടെ കാസ്ക ഉണ്ടാവും. ആൻഡ് ഗ്രിഫിത്തിന്റെ മകനായിട്ടായിരിക്കും അവിടെ ഗഡ്സ് ഉണ്ടായിരിക്കുന്നത്. ഗഡ്സ് അപ്പൊ ഒരു ചെറിയ പയ്യനായിരിക്കും. ആൻഡ് ഗഡ്സിന് ഒരു പെറ്റ് ഡോഗ് ഉണ്ടായിരിക്കും. ആ പെറ്റ് ഡോഗിന്റെ പേരായിരിക്കും പിപ്പിൻ. ആൻഡ് ഇവിടെ ഇങ്ങനെ ഒരു റിലേഷൻ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെല്ലാം ശേഷം ഗ്രിഫിത്തിനെ നോക്കുന്നത് കാസ്കയാണ്. സോ കാസ്ക ഒരു വൈഫായിട്ട് കാണുന്നതും ആൻഡ് ഗ്രിഫിത്തിന്റെ മകനായിട്ട് ഗഡ്സിനെ കാണുന്നതും അവരുടെ ഡോഗായിട്ട് പിപ്പിനെ കാണുന്നതും എല്ലാം ഒരു ഫാമിലിയെ പോലെ ഗ്രിഫിത്ത് വൈറ്റ് ഹോക്സിനെ കാണുന്നതാണ് റിസംബ്ലൻസ് ചെയ്യുന്നത്. ആൻഡ് ഗ്രിഫിത്തിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാസ്ക അതായത് അവന് ഭക്ഷണം കൊടുക്കും. ആൻഡ് ഭക്ഷണം കൊടുക്കുന്ന ആ ഭക്ഷണത്തിലോട്ട് ഗ്രിഫിത്ത് നോക്കുമ്പോഴായിരിക്കും അതിലൊരു ബഹലത്ത് ഉണ്ടാവുക. ആൻഡ് ഈ ബഹലത്ത് കണ്ട പാടന്നെ ഗ്രിഫിത്ത് പെട്ടെന്ന് തന്നെ കോൺഷ്യസിലോട്ട് വരും. ആൻഡ് കോൺഷ്യസിലോട്ട് വന്നതിന് ശേഷം ആ വീണ് കിടക്കായിരിക്കും. അതായത് ആ വണ്ടിയിൽ നിന്ന് തെറിച്ചു പോയിട്ട് ഒരു കുളം പോലെയുള്ള, അതായത് ഒരു ചെറിയ പാടം കുളം പോലെയുള്ള ഒരു സ്ഥലത്ത് വീണ് കിടക്കായിരിക്കും. അവന്റെ കൈ വീണ്ടും ഒടിഞ്ഞുണ്ടാവും, അവന്റെ കാലും ഒടിഞ്ഞുണ്ടാവും. ആൻഡ് ഇങ്ങനെ കൈയും കാലും ഒടിഞ്ഞിരിക്കുകയായിരിക്കും ഗ്രിഫിത്തിന്റെ. ആൻഡ് ഇതിന് ശേഷം ഗ്രിഫിത്ത് ഭയങ്കരമായിട്ട് ചിരിക്കാൻ തുടങ്ങും അവിടുന്ന്. അതായത് ഇങ്ങനെ അതായത് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് കൈയും കാലും ഒടിഞ്ഞിരിക്കുന്ന ഗ്രിഫിത്ത് അവിടെ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങും. ആൻഡ് ഇത് എന്തിനാ ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരാളായിരുന്നില്ലേ, ഇപ്പൊ ചെറിയൊരു വീഴല് തന്നെ അവന്റെ കൈയും കാലെല്ലാം ഒടിഞ്ഞ പോലെ ആലോചിച്ചിട്ട് അവൻ ഭയങ്കരമായിട്ട് ചിരിക്കാൻ തുടങ്ങും അവിടുന്ന്. ആൻഡ് ചിരിച്ച് അവന്റെ കൺട്രോൾ പോയിട്ട് ഒന്നാമത് അവന് കൈയും കാലും ഒടിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അവന് ഒന്ന് ചായാൻ പോലും അവിടെ കൺട്രോളില്ലാണ്ട് നേരെ പോയിട്ട് ഒരു കൂർത്ത മരക്കൊമ്പ് ഉണ്ടാവും. ആ മരക്കൊമ്പിൽ അവന്റെ ചെസ്റ്റ് അങ്ങോട്ട് തുളഞ്ഞു കയറും. അതിന്റെ ചെസ്റ്റ് അങ്ങനെ തുളഞ്ഞു കയറിയിട്ട് അവിടെ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും ആ വെള്ളത്തിന്റെ അടിയിൽ ഒരു ബഹലത്ത് കാണുക. ആ ബഹലത്ത് സെയിം അവന്റെ കഴുത്തിലുണ്ടായിരുന്ന അതേ ബഹലത്തായിരിക്കും. അവനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ടോർച്ചർ ചെയ്യുന്ന ആൾ അവന്റെ കഴുത്തിൽ നിന്ന് എടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരിക്കും ഒരു പുഴയിലോട്ട്. അവിടുന്ന് ഒഴുകി ഇങ്ങോട്ട് വന്നതായിരിക്കും. ആൻഡ് ഈ ബഹലത്ത് കണ്ടത് ഉടനെ അവൻ ആ ബഹലത്ത് എടുക്കാൻ വേണ്ടിയിട്ട് കൈ അവിടെ വെക്കും. ആൻഡ് ബഹലത്ത് എടുത്ത് നോക്കുമ്പോഴായിരിക്കും അവന് സോഡ് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. കാരണം സോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്റെ ക്രിംസൺ ബഹലത്ത് നിന്റെ അടുത്ത് തന്നെ വരുന്നുള്ള കാര്യം സോഡ് ഗ്രിഫിത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വൈൽഡും മരിക്കുന്നതിന്റെ മുന്നേ തന്നെ നിന്റെ ബഹലത്ത് എവിടെയെന്ന് ഗ്രിഫിത്തിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ കാര്യങ്ങളെല്ലാം ഗ്രിഫിത്തിന് ഇങ്ങനെ ഓർമ്മ വരും. ആൻഡ് ഇപ്പൊ ഗ്രിഫിത്തിന് മനസ്സിലാവും ഈ ബഹലത്തിലെ എന്തോ ഒരു സ്പെഷ്യാലിറ്റി എന്നുള്ള മനസ്സിലാവും. ആൻഡ് അതിനുശേഷം അവന്റെ അതായത് മുതുകത്തോട്ട് തറച്ചു കയറിയ ആ മരക്കഷ്ണം അവൻ എടുത്ത് കളയും. ആൻഡ് എടുത്ത് കളയുമ്പോഴായിരിക്കും ബഹലത്തിന്റെ മേത്ത് ഗ്രിഫിത്തിന്റെ ചോര പറ്റുന്നത്. ആൻഡ് ചോര പറ്റിയതിനു ശേഷം അവിടെ സോളാർ എക്ലിപ്സ് സ്റ്റാർട്ട് ആവാൻ തുടങ്ങും. ആൻഡ് അവിടെ എല്ലാ വൈറ്റ് ഹോക്സിലെ മെമ്പേഴ്സും അപ്പോഴേക്കും എത്തിയിട്ടുണ്ടാവും. ആൻഡ് ഈ സോളാർ എക്ലിപ്സ് കണ്ട ഗഡ്സിന് ഓർമ്മ വരും. അതായത് സ്കൾ നൈറ്റ് വന്നിട്ട് ഗഡ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വരാൻ പോകുന്ന സോളാർ എക്ലിപ്സിൽ നീ നിന്റെ മരണത്തെ കാണുന്നുള്ള കാര്യം സ്കൾ നൈറ്റ് ഗഡ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാര്യം ഗഡ്സിന് ഓർമ്മ വരും. ആൻഡ് ഗഡ്സും ബാക്കി വൈറ്റ് ഹോക്സിലെ മെമ്പേഴ്സും ഒരു ഭാഗത്ത് നിന്നിട്ട് ഗ്രിഫിത്തിനെ നോക്കുമ്പോൾ ഗ്രിഫിത്തിന്റെ രക്തം ഈ ബഹലത്തിൽ തട്ടിയത് കൊണ്ട് തന്നെ ആ ബഹലത്തിൽ നിന്ന് ഭയങ്കര ഒരു പവർ അവിടുന്ന് റിലീസ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഈ പവറിൽ ഗ്രിഫിത്ത് ഹീൽ ആവാൻ തുടങ്ങും. അതായത് അവന്റെ ഒടിഞ്ഞു പോയ കൈകാലുകളെല്ലാം ഇങ്ങനെ നേരെ ആവാൻ തുടങ്ങും. ആൻഡ് ബാക്കിയുള്ള വൈറ്റ് ഹോക്സിലെ മെമ്പേഴ്സ് എല്ലാം ഇത് കണ്ടിട്ട് അങ്ങോട്ട് ഓടി വരാൻ നിൽക്കുമ്പോൾ ഗ്രിഫിത്തിന് ഇത്രയും നാൾ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അവന്റെ നാവ് അറുത്ത് എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു.
പക്ഷെ ഈ പവർ കാരണം തന്നെ ഗ്രിഫിത്ത് പറയും സ്റ്റേ ബാക്ക് എന്ന് പറയും, അത് ഇങ്ങോട്ട് വരല്ലേ എന്ന് പറയും. പക്ഷെ ഗഡ്സ് ഗ്രിഫിത്തിന്റെ അടുത്തോട്ട് ഓടി ചെന്നിട്ട് ഗ്രിഫിത്തിനെ പിടിക്കും. ആൻഡ് ഗ്രിഫിത്തിനെ പിടിക്കുമ്പോൾ ഈ ബേലത്തിൽ നിന്ന് വെളിപ്പെടുന്ന ഈ പവർ ഇല്ലേ, ഈ പവർ ഇവർ രണ്ടുപേരുടെയും ബോഡിയിലൂടെ കയറി ഇറങ്ങും. ആൻഡ് ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നത് ഒരുപാട് മോൺസ്റ്റേഴ്സിന്റെ മുഖം തന്നെ ആ സ്ഥലം മൊത്തം കവർ ചെയ്യുന്നതാണ്, ഒരു മതില് പോലെ. ആൻഡ് ഇത് കണ്ടിട്ട് എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കി നിൽക്കും. കാരണം ഇങ്ങനൊരു കാര്യം അവർ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാവും. ആ മൊത്തം സ്ഥലം ഒരു വലിയ മതില് പോലെ കവർ ചെയ്യും. ആൻഡ് ആ മതിലിന്റെ മുകളിൽ എല്ലായിടത്തും മോൺസ്റ്റേഴ്സിന്റെ മുഖം മാത്രമായിരിക്കും. ആൻഡ് ഇതിനുശേഷം ഇവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് റിക്കറ്റിനെ കാണിക്കും. റിക്കറ്റ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കാട്ടില്, അതായത് യുദ്ധം ചെയ്യാൻ പറ്റാത്ത കുറെ സോൾജേഴ്സ്, വൈറ്റ് ഹൗസിന്റെ സോൾജേഴ്സ് അവിടെ റെസ്റ്റ് ചെയ്തതും അവിടെ നിന്ന് ഒരു ഒപ്പോസിൽ വന്നിട്ട് അവരെല്ലാം കഴിച്ചതും അവിടുന്ന് റിക്കറ്റ് സ്കൾ നൈറ്റിന്റെ സഹായത്തോടെ രക്ഷപ്പെട്ടതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ റിക്കറ്റ് അവിടുന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ഒരു ഫൈരിയുടെ ഫാമിലിയുടെ കൂടെ ആയിരിക്കും ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക വൈറ്റ് ഹോക്സിനെ തേടിയിട്ട്. ആൻഡ് അവർ ട്രാവൽ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് റിക്കറ്റിന് ഡസ്റ്റ് കൊടുത്തിട്ടുണ്ടാകും, അവർക്ക് ഫെയറി ഡസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ഈ ഡസ്റ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ആരെയും ഹീൽ ചെയ്യാം, അതായത് എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഹീൽ ചെയ്യാം. ആ ഡസ്റ്റ് റിക്കറ്റിന് കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് ഈ ഫാമിലിയിൽ തന്നെ ഭയങ്കര വയസ്സുള്ള ഒരു മുത്തശ്ശി ഉണ്ടാവും. ഈ മുത്തശ്ശി സം കൈൻഡ് ഓഫ് ഒരു മെജീഷ്യൻ ആയിരിക്കും, അതായത് ഒരു മാന്ത്രിക, വിച്ച് എന്നൊക്കെ പറയത്തില്ലേ, അവളായിരിക്കും. ആൻഡ് ഇവള് റിക്കറ്റിനെ റീഡ് ചെയ്തിട്ട് പറയും ഇവന്റെ കൂടെയുള്ള ആളുകളിൽ പലരും മരിച്ചിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇവന്റെ കൂടെയുള്ള ആരോ ഭയങ്കര വലിയ ഒരു ഈവിൾ ഓറ കൊള്ളുന്ന ആളാണ്. സോ ഈ കാര്യങ്ങളെല്ലാം ഈ മുത്തശ്ശി അവന്റെ ഫ്യൂച്ചർ പ്രഡിക്ട് ചെയ്തുകൊണ്ട് പറയും. ഇതിന് ശേഷം റിക്കറ്റ് ഈ കുടുംബത്തെ വിട്ടിട്ട്, അതായത് ഈ ഫാമിലി വിട്ടിട്ട് വൈറ്റ് ഹൗസിലെ ബാക്കി മെമ്പേഴ്സിനെ തെരഞ്ഞിട്ട് അവിടുന്ന് പോവും. ആൻഡ് റിക്കറ്റിന്റെ കയ്യിൽ ഈ ഡസ്റ്റ് ഉണ്ടായിരിക്കും, അതായത് ഈ ഫെയറി ഡസ്റ്റും ഉണ്ടായിരിക്കും. ഇതിന് ശേഷം നമുക്ക് കാണിക്കുന്നത് ഗ്രിഫിത്തിന്റെ അടുത്താണ്. അതായത് ഗ്രിഫിത്തിനെ എടുത്തോണ്ട് ഗഡ്സ് അവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കുകയായിരിക്കും. കാരണം രണ്ടുപേരും ഇപ്പൊ ബഹലത്തിൽ നിന്ന് വെളിപ്പെട്ട ഈ പവർ അഫക്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഗഡ്സ് ഗ്രിഫിത്തിനെ പൊക്കിയിട്ട് അവിടുന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഗ്രിഫിത്തിന്റെ കയ്യിൽ ഈ ബഹലത്ത് ഗഡ്സ് കാണുക. ആൻഡ് ബഹലത്തിലോട്ട് നോക്കുമ്പോൾ ബഹലത്തിന്റെ കണ്ണും മൂക്കൊക്കെ ഓരോ സ്ഥലത്ത് ആയിട്ട് അലൈനായിരിക്കും. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ കറക്റ്റായിട്ട് ഓറിയന്റ് ആയിട്ട് ആ ബഹലത്ത് കാണുന്നുണ്ടാവും. ആൻഡ് ഇതിന് ശേഷം നമുക്ക് അവിടെ കാണിക്കുന്നത് ഒരുപാട് ഒപ്പോസൽസ് ഇവരെ നോക്കി വരുന്നതായിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ വൈൽഡിനെ കണ്ടില്ലേ, വൈൽഡ് ഒരു ഒപ്പോസിൽ, അതുപോലെ തന്നെ ഒരുപാട് കൗണ്ട്ലെസ് ഒപ്പോസൽസ് ഇവരെ നോക്കി വരുന്നതായിരിക്കും. ആൻഡ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫെസ്റ്റിവൽ സ്റ്റാർട്ടായി 216 വർഷത്തിന് ശേഷം നമുക്ക് പുതിയൊരു ഗ്രഹണ ദിവസം കിട്ടിയിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് ഈ ഒപ്പോസൽസ് ഇവരെ അടുത്തോട്ട് വരും. ആൻഡ് ഇവർ നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം ഒപ്പോസൽസിന്റെ മുഖം കൊണ്ട് കവർ ചെയ്തായിരിക്കും, അതായത് ഒരുപാട് വലിയ വലിയ ഒപ്പോസൽസിന്റെ മുഖം കൊണ്ട് കവർ ചെയ്ത പോലെ ആയിരിക്കും. അങ്ങോട്ടായിരിക്കും ഈ ജയജാന്റിക് ആയിട്ടുള്ള വേറെ കുറെ ഒപ്പോസൽസ് വന്നുകൊണ്ടിരിക്കുക. ആൻഡ് വന്നുകൊണ്ടിരിക്കുമ്പോൾ പറയും നമ്മുടെ 4 ഏഞ്ചൽസ് വരുന്നുണ്ടെന്ന് പറയും. ആൻഡ് ഈ ഏഞ്ചൽസ് സൂചിപ്പിക്കുന്നത് ഗോഡ് ഹാൻഡിലെ മെമ്പേഴ്സിനായിരിക്കും. ആൻഡ് ഗോഡ് ഹാൻഡിലെ മെമ്പേഴ്സും അങ്ങോട്ട് വരും. ആൻഡ് 4 ഗോഡ് ഹാൻഡ് മെമ്പേഴ്സിൽ ആദ്യത്തെ ആളായിരിക്കും കോൺറാഡ്, രണ്ടാമത്തത് ഉബ്രിക്ക്, മൂന്നാമത്തത് സ്ലാന്, ആൻഡ് നാലാമത്തത് ഇവരുടെ ലീഡർ ആയിട്ടുള്ള വോയിഡ്. ആൻഡ് ഈ 4 ഗോഡ് ഹാൻഡ് മെമ്പേഴ്സിനെ കണ്ടതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒപ്പോസൽസ്, അതായത് മോൺസ്റ്റേഴ്സ് എല്ലാവരും ഭയങ്കര ഹാപ്പി ആവും. ഇപ്പുറത്ത് ഗോഡ് ഹാൻഡ് മെമ്പേഴ്സ് ഇവരെ കണ്ടിട്ട് ആകെ ആശ്ചര്യച്ച് നിൽക്കായിരിക്കും. കാരണം ഇവരെ കാണാൻ ഭയങ്കര വികൃതമായിരിക്കും. ആൻഡ് ഈ വോയിഡ് അല്ല ഇവരുടെ ലീഡർ, ഈ വോയിഡിനെ കാണാൻ ഭയങ്കര ഹൈറ്റ് ആയിരിക്കും. ആൻഡ് ഇവർ 4 പേരും ഭയങ്കര പവർഫുൾ ആണ്. ഇൻഫാക്ട് ഇവർക്ക് റിയാലിറ്റി ചേഞ്ച് ചെയ്യാം, ടൈം ട്രാവൽ ചെയ്യാം, ഒരു ഡയമെൻഷനിൽ നിന്ന് വേറൊരു ഡയമെൻഷനിലോട്ട് പോവാം. അങ്ങനെ ഒരുപാട് പവേഴ്സ് ഉള്ളവരാണ് ഈ ഗോഡ് ഹാൻഡ് മെമ്പേഴ്സ്. ആൻഡ് ഇതിന് ശേഷം വോയിഡ് ഗ്രിഫിത്തിന്റെ മേലെ കൈ ചൂണ്ടിയിട്ട് പറയും നീയാണ് ചൂസൺ വൺ, നീയാണ് ഗോഡ് ഹാൻഡ് മെമ്പേഴ്സിലെ 5th മെമ്പർ, ഇനിയെല്ലാം നമ്മളെല്ലാവരും ഒരു ഫാമിലി ആണെന്ന് വോയിഡ് ഗ്രിഫിത്തിനെ ചൂണ്ടിയിട്ട് പറയും. ഇപ്പൊ ഗഡ്സിന് മനസ്സിലാവും ഗ്രിഫിത്തിനെ തേടിയിട്ടാണ് ഇവരെല്ലാവരും വന്നേക്കുന്നുള്ള കാര്യം ഗഡ്സിന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഗഡ്സ് അവന്റെ കത്തി എടുത്തിട്ട് ഗ്രിഫിത്തിന്റെ അടുത്ത് തന്നെ നിൽക്കും. ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഗ്രിഫിത്തിനെ വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു മൈൻഡിൽ ഗഡ്സ് അവിടെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കും. അപ്പോഴായിരിക്കും ഗോഡ് ഹാൻഡ് മെമ്പേഴ്സിലെ ആ പെണ്ണില്ലേ, സ്ലാൻ എന്നാണ് അവളുടെ പേര്, അവള് ഗ്രിഫിത്തിനെ നോക്കിയിട്ട് പറയും നീ ഒഴിച്ച് ബാക്കി ഇവിടെ ഉള്ള എല്ലാവരും സാക്രിഫൈസ് ആണ്, നീ ഗോഡ് ഹാൻഡ് മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാവരെയും ഇന്നിവിടെ സാക്രിഫൈസ് ചെയ്യുമെന്ന് പറയും. ആൻഡ് ഇതിലേശം ഗോഡ് ഹാൻഡ് മെമ്പേഴ്സിൽ തവളയുടെ പോലെ ഒരുത്തല്ലേ കോൺട്രാഡ്, അവൻ പറയും ബെഹിലിത്താണ് ഒരു മനുഷ്യനെ ഒപ്പോസൽ ആയിട്ട് മാറ്റുന്നത്. ആൻഡ് ഈ ബെഹിലിത്ത്, അതായത് ഗ്രിഫിത്തിന്റെ കയ്യിലുള്ള ബെഹിലിത്ത് അതൊരു സാധാരണ ബെഹിലിത്ത് അല്ല, അത് ഗ്രിംസൺ ബെഹലത്താണ്. ആൻഡ് ഈ ബെഹലത്തുള്ള ആളാണ് ഗോഡ് ഹാൻഡ് മെമ്പേഴ്സ് ആയിട്ട് മാറുന്നത്. ഇങ്ങനെ മാറുമ്പോൾ ഒരുപാട് ജീവനുകൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. സോ
നിങ്ങളിവിടെ ബാക്കിയുള്ള എല്ലാവരും ഇന്ന് ഗ്രിഫിത്തിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യണമെന്ന് ഇയാൾ പറയും. ആൻഡ് ഇതൊക്കെ പാടെ കണ്ടിട്ടും കേട്ടിട്ടും വൈറ്റ് ഹൗസിലെ മെമ്പേഴ്സ് ആകെ സർപ്രൈസ് ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഷോക്ക് ആയിട്ട് നിന്ന് പോകും. കാരണം അവരെല്ലാവരും മരിക്കാൻ പോവാണോന്നായിരിക്കും അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിനുശേഷം നമുക്ക് വോയിഡിനെ കാണിക്കും. വോയിഡ് പറയും ഇതെല്ലാം വിധിയാണ്, അതായത് വിധി ഇങ്ങനെയാണ് വിധിച്ചിട്ടുള്ളത്, അതുപോലെ വിധി നടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ന് ഒരുപാട് ജീവനുകൾ ഇല്ലാണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ 4 വഴിയുടെ വന്നേക്കുന്നതെന്ന് വോയിഡ് പറയും. ആൻഡ് ഇതിനുശേഷം വോയിഡ് പറയും സെറിമണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ആൻഡ് വോയിഡ് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഓപ്പോസിറ്റ്സും ഭയങ്കര ഹാപ്പി ആയിട്ട് ഹോക്സിലെ എല്ലാ മെമ്പേഴ്സിനെയും തിന്നാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ അവിടെ വലിയൊരു കൈ വരും. ആൻഡ് ആ വലിയ കൈ ഗ്രിഫിത്തിനെ എടുത്തുകൊണ്ട് മുകളിലോട്ട് പോവും. ആൻഡ് ഗ്രിഫിത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗഡ്സും അവന്റെ കത്തിയെടുത്ത് ആ കയ്യിൽ കുത്തി ഇറക്കിയിട്ട് ആ കൈയിന്റെ ഒപ്പം തന്നെ മുകളിലോട്ട് പോവും ഗഡ്സും. പക്ഷെ കുറച്ചു നേരത്തിന് ശേഷം ഗഡ്സും പിടിവിട്ടിട്ട് നേരെ താഴത്തോട്ട് പോവും. ആൻഡ് ഇതിന് ശേഷം നമുക്ക് ഗ്രിഫിത്തിനെ കാണിക്കും. ഗ്രിഫിത്ത് മുകളിൽ എത്തിയിട്ടുണ്ടാവും. ആൻഡ് ഇങ്ങനെ മുകളിൽ എത്തിയതിനു ശേഷം ഗ്രിഫിത്ത് ഒരു കൈപ്പത്തിയുടെ നടുവിലായിരിക്കും ഇരിക്കുക. ആൻഡ് ഈ കയ്യിലെ ഓരോ വിരലുകളും ഓരോരോ ഗോഡ് ഹാൻഡ് മെമ്പേഴ്സും നിൽക്കുന്നുണ്ടാവും. ആൻഡ് ഇതെല്ലാം കണ്ടിട്ട് ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്ന ഗ്രിഫിത്തിന്റെ അടുത്തോട്ട് വോയിഡ് ചോദിക്കും, നീ നിന്റെ ഫ്യൂച്ചർ സെൽഫിനെ ആലോചിച്ചിട്ടാണോ നീ പേടിക്കുന്നതെന്ന് ചോദിക്കും. ആൻഡ് അത് കേട്ട് നിൽക്കുമ്പോഴായിരിക്കും ഉബിക്കും കോൺറോയിഡും കൂടിയിട്ട് നേരെ ഗ്രിഫിത്തിന്റെ അടുത്തോട്ട് വരിക. ആൻഡ് വന്നിട്ട് ചോദിക്കും, നീ നിന്റെ ഫ്യൂച്ചർ സെൽഫ് കാണുന്നതിന് മുന്നേ തന്നെ നീ നിന്റെ പാസ്റ്റ് സെൽഫ് ഒന്നുകൂടി കാണുന്നു പറഞ്ഞിട്ട് ഗ്രിഫിത്തിന് ഒരു ഇലൂഷൻ പോലെ അവന്റെ പാസ്റ്റ് സെൽഫിനെ കാണിച്ചു കൊടുക്കും. ആൻഡ് ഈ ഇലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രിഫിത്ത് ആ കാസിൽ നോക്കിയിട്ട് അവന്റെ ചെറുപ്പകാലത്ത് ഇങ്ങനെ ഓടുന്ന സീൻസ് ഇല്ലേ, അത് തന്നെയാണ് തിരിച്ചും കാണിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കിളവിയുടെ അടുത്ത് ഇവൻ വഴി ചോദിക്കുന്നുണ്ട്. ഗ്രിഫിത്ത് എങ്ങനെയാണ് കാസിലോട്ട് പോകേണ്ടെന്നുള്ള വഴി ഒരു കിളവിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ആൻഡ് ആ കിളവിയും ഒരു വഴി കാണിച്ചു കൊടുക്കും ഗ്രിഫിത്തിന്. ആൻഡ് ഗ്രിഫിത്തും ആ വഴിയിലൂടെ പോകും. ആൻഡ് ആ വഴി ഭയങ്കരമായിട്ട് ഇരുട്ടാൽ നിറഞ്ഞതായിരിക്കും. ആൻഡ് പോയി അവൻ അവിടെ എത്തുമ്പോൾ ഒരുപാട് ശവങ്ങൾ അവൻ അവിടെ കാണാൻ തുടങ്ങും. ആൻഡ് ആ ശവങ്ങളുടെ രക്തം എല്ലാം ഗ്രിഫിത്തിന്റെ മേത്ത് ആകെ പറ്റാൻ തുടങ്ങും. ആൻഡ് ഇതെല്ലാം കണ്ടിട്ട് ഗ്രിഫിത്ത് ആകെ പേടിച്ചു പോകും. അന്നൊരു കുഞ്ഞല്ലേ. ആൻഡ് ഗ്രിഫിത്ത് ഇങ്ങനെ പേടിച്ച് നിൽക്കുമ്പോഴായിരിക്കും അതിലുണ്ടായിരുന്ന കുറെ ശവങ്ങൾ എണീറ്റ് വന്നിട്ട്, ഞങ്ങളെല്ലാവരും ജീവൻ വെടിഞ്ഞത് നിനക്ക് വേണ്ടിയിട്ടായിരുന്നു, നിന്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പൊ നീ ഒറ്റയ്ക്ക് ആ കാസിലോട്ട് പോകുന്നു, ഞങ്ങളുടെ ഒക്കെ കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കും. ആൻഡ് ഇതെല്ലാം കേട്ടിട്ട് ഗ്രിഫിത്ത് ആകെ പേടിച്ച് നിൽക്കുമ്പോഴായിരിക്കും ആ കിളവി വീണ്ടും അങ്ങോട്ട് വരിക. ഈ കിളവിയെ കണ്ടതും ഗ്രിഫിത്ത് ചോദിക്കും, നിങ്ങൾ എനിക്ക് തെറ്റായിട്ടുള്ള വഴിയല്ലേ കാണിച്ചു തന്നത്, ഇത് കൊട്ടാരത്തിലോട്ട് പോകാനുള്ള വഴിയല്ല, ഇതൊരു തെറ്റായ വഴിയാണെന്ന് ഗ്രിഫിത്ത് ഈ കിളവിയോട് ചോദിക്കും. ആൻഡ് അപ്പൊ ഈ കിളവി പറയും, ഇതാണ് ശരിയായിട്ടുള്ള വഴി, ഇങ്ങനെ നീ ഒരുപാട് പേരുടെ ത്യാഗം കൊണ്ടും ഒരുപാട് പേരുടെ ജീവൻ കൊണ്ടുമാണ് നീ നിന്റെ ഡ്രീമിലോട്ട്, നീ ആ കാസിലോട്ട് എത്തേണ്ടത്. സോ ഇത് തന്നെയാണ് കറക്റ്റായി വഴി എന്നുള്ളത് ഈ കിളവി അവനോട് പറയും. ആൻഡ് ഇതിനുശേഷം ഈ കിളവി ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരും. ഈ കിളവി ഉബിക്കും കോൺറാഡും അല്ലേ ഗോഡ് ഹാൻഡ് മെമ്പേഴ്സ്, അവർ രണ്ടുപേരും രൂപം മാറിയിട്ട് ഒരാളായിട്ട് കിളവിയായിട്ട് ഗ്രിഫിത്തിന്റെ മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഈ കിളവി ഇങ്ങനെ പറഞ്ഞതിന് ഗ്രിഫിത്തിന് മനസ്സിലാവും, നമ്മൾ നമ്മുടെ ഡ്രീമിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പേരെ ബലി കൊടുക്കണം. സോ ഇതാണ് കറക്റ്റായ വഴി എന്നുള്ളത് ഗ്രിഫിത്തിന് അവിടെ ചെറുപ്പകാലത്തിലുള്ള ഗ്രിഫിത്തിന് മനസ്സിലാവുന്ന പോലെ ആ ഇലൂഷനിൽ നമുക്ക് കാണിക്കും. ആൻഡ് ഇവിടെ കട്ടിയത് നമുക്ക് വീണ്ടും ഗ്രിഫിത്ത് ആ ഉള്ളം കയ്യിൽ ഇരിക്കുന്നത് കാണിക്കും. ആൻഡ് വോയിഡ് ഗ്രിഫിത്തിനോട് പറയും, ഇപ്പൊ നീ കണ്ടതൊന്നും ഇലൂഷൻ അല്ല, അതാണ് സത്യം, അതാണ് വിധി, നീ നിന്റെ ലക്ഷ്യത്തിലോട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിനക്ക് ഒരുപാട് പേരെ ബലി കൊടുക്കേണ്ടതായിട്ട് വരുന്നു പറയും. ആൻഡ് ഇതിനുശേഷം വോയിഡ് ഗ്രിഫിത്തിനോട് പറയും, നീ നിന്റെ ഡ്രീമിന് വേണ്ടിയിട്ട് ഈ വൈറ്റ് ഹോക്സ് മെമ്പേഴ്സിനെ എല്ലാം ബലി കൊടുക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ മതി, നിനക്ക് ഞാൻ ജെറ്റ് ബ്ലാക്ക് വിങ്സ് തരാം. ആൻഡ് ആ വിങ്സ് യൂസ് ചെയ്തിട്ട് നിനക്ക് നിന്റെ ഡ്രീം അച്ചീവ് ചെയ്യാന്നെല്ലാം വോയിഡ് ഗ്രിഫിത്തിനോട് പറയും. ആൻഡ് ഇവിടെ ഗ്രിഫിത്ത് മറിച്ചൊന്ന് ചിന്തിക്കുക പോലും ചെയ്യാണ്ട് യെസ് എന്ന് പറയും. ആൻഡ് ഇതിനുശേഷം നമുക്ക് ഗഡ്സിനെ കാണിക്കും. ഗഡ്സ് ഫൈനലി ആ കയ്യിൽ കൊത്തിപ്പിടിച്ച് കയറി മുകളിൽ എത്തിയിട്ടുണ്ടാവും. ആൻഡ് മുകളിൽ എത്തിയപ്പോൾ ഗ്രിഫിത്തും ഗഡ്സിനെ കാണും. ആൻഡ് ഗ്രിഫിത്ത് ഗഡ്സിനെ കണ്ടതിന് ശേഷം ഗ്രിഫിത്ത് ആലോചിക്കും, ഗഡ്സ് കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്. കാരണം ഗഡ്സ് ഗ്രിഫിത്തിന്റെ ലൈഫിൽ വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഗ്രിഫിത്ത് വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. ആൻഡ് ഗ്രിഫിത്ത് ഗഡ്സ് പോയതിനു ശേഷം ആ പ്രിൻസസ് ആയിട്ടുണ്ടായിരുന്ന സെക്സിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ ആയിരുന്നു ഗ്രിഫിത്തിനെ ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കാൻ കാരണം. സോ എല്ലാത്തിന്റെയും കാരണം ഗഡ്സ് ആണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും ഗ്രിഫിത്ത്. ആൻഡ് ഗ്രിഫിത്ത് ഇവിടെ യെസ് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ വോയിഡ് അവന്റെ കയ്യിൽ വലിയ ഒരു സിമ്പിൾ ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ഈ സിമ്പിൾ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ആ സിമ്പിൾ ഇന്ന് ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ട് വൈറ്റ് ഹോക്സിലെ എല്ലാ മെമ്പേഴ്സിന്റെയും ഓരോരോ ശരീരഭാഗങ്ങളിൽ പോയിട്ട് ഗഡ്സിന്റെ നേരെ കഴുത്തിൽ പോയിട്ട് ആ സിമ്പിൾ പതിയും. കാസ്കയുടെ നെഞ്ചത്ത്, പിപ്പിൻ, ജുഡായു എല്ലാവരുടെയും മേത്ത് പോയി പതിയും. ആൻഡ് ഈ മേത്ത് പതിഞ്ഞ ഈ സിമ്പിൾസ് ഉള്ള എല്ലാവരും സാക്രിഫൈസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒപ്പോസിറ്റ്സിന് എല്ലാവർക്കും ഈ സാക്രിഫൈസിനെ എല്ലാവരെയും കഴിക്കാം, അതായത് കൊന്നു തിന്നാം. ആൻഡ് സിമ്പിൾ വൈറ്റ് ഹോക്സിന്റെ മേത്ത് വന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒപ്പോസിറ്റ്സ് ഇത്രയും നാൾ പട്ടിണി കടന്ന പോലെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും പിടിച്ച് തിന്നാൻ തുടങ്ങും. വൈറ്റ് ഹോക്സിലെ മെമ്പേഴ്സ് ഓരോരുത്തരായിട്ട് മരിക്കാൻ
പൊട്ടിക്കാൻ തുടങ്ങും. ആൻഡ് ഈ സമയത്ത് ഗ്രിഫിത്ത് ഒരു റൗണ്ടിന്റെ ഉള്ളിലോട്ട് പോകും, അതായത് ഒരു എഗ്ഗിന്റെ ഉള്ളിലോട്ട് പോകും. അവന്റെ ട്രാൻസ്ഫോർമേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. വോയിഡ് ഗ്രിഫിത്തിന് ഒരു വിങ്സ് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വിങ്സ് കിട്ടാനുള്ള ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ആൻഡ് ഗഡ്സ് നേരെ പോയിട്ട് ആ എഗ്ഗ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതായത് അവന്റെ കത്തി എടുത്തിട്ട് ആ എഗ്ഗിനെ കുത്താൻ നോക്കും. പക്ഷെ ആ എഗ്ഗ് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഗ്രിഫിത്തിന് പെട്ടെന്നൊന്നും അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാകത്തില്ല. ആൻഡ് ഗഡ്സ് ഇങ്ങനെ ചെയ്യുന്ന കണ്ട ഗോഡ് ഹാൻഡ് മെമ്പേഴ്സ് ഗഡ്സിനോട് പറയും, ഒരു സാധാരണ ഹ്യൂമൺ ഞങ്ങളുടെ പവർ ആയിട്ടൊന്നും താരതമ്യം ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ഗഡ്സ് പറയും മിണ്ടാതിരിക്കുന്ന പറഞ്ഞിട്ട് അവൻ വീണ്ടും അവന്റെ കത്തി എടുത്തിട്ട് ആ എഗ്ഗ് പൊട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആൻഡ് ഇവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരുപാട് ഫേസ് കൊണ്ട് കവർ ചെയ്തൊരു വാൾ അവിടെ ക്രിയേറ്റ് ഉണ്ടാവുന്നത്. ആ വോള് ബാക്കിൽ നിന്ന്, അത് പുറത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു വലിയ ചുഴലിക്കാറ്റ് പോലെ ആയിരിക്കും കാണുന്നത്. ആൻഡ് ഈ ചുഴലിക്കാറ്റിന്റെ ഉള്ളിലായിരിക്കും ഇപ്പൊ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടാവുക. ആൻഡ് ഇങ്ങോട്ടായിരിക്കും നമ്മുടെ റിക്കറ്റ് എത്തുക. റിക്കറ്റ് എത്തിയിട്ട് അവൻ ഇങ്ങനെ ആശ്ചര്യത്തോടെ നോക്കും. കാരണം ഇങ്ങനെ ഒരു ചുഴലിക്കാറ്റ്, ഇങ്ങനെ ഒരു പ്രതിഭാസം ഇതുവരെ കണ്ടിട്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ ഭയങ്കര ആശ്ചര്യത്തോടെ അത് നോക്കി നിൽക്കും. ആൻഡ് റിക്കറ്റ് നോക്കുമ്പോഴായിരിക്കും അവിടെ സ്കൾ നൈറ്റും സോഡും അതായത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കൾ നൈറ്റും സോഡും അവിടെ ഉണ്ടായിരിക്കും. അവർ രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സ്കൾ നൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇതാണ് എന്റെ അവസരം, ഇപ്രാവശ്യം ഞാൻ എന്തായാലും വോയിഡിനെ കൊല്ലുമെന്ന് പറയും. അതിന്റെ സോഡ് ഇത് കേട്ടിട്ട് പറയും, ആദ്യം നീ എന്നെ തോൽപ്പിക്ക്, നീ മത്സരിച്ച് എന്നെ തോൽപ്പിച്ചതിന് ശേഷം നീ വോയിഡിനെ കൊല്ലാൻ വേണ്ടി പോയിക്കെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഈ സ്കൾ നൈറ്റിന് അറിയാമായിരുന്നു ഇന്ന് എന്തായാലും ഗോഡ് ഹാൻഡ് മെമ്പേഴ്സ് ഇവിടെ വരുന്നു, ഗ്രിഫിത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നുള്ള കാര്യങ്ങളെല്ലാം സ്കൾ നൈറ്റിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് സ്കൾ നൈറ്റ് കറക്റ്റ് ആയിട്ട് ഇവിടെ എത്തിയത്. ആൻഡ് സ്കൾ നൈറ്റ് വരുന്നുള്ള കാര്യം ഈ വോയിഡ്, അതായത് ഗോഡ് ഹാൻഡിലെ മെമ്പേഴ്സിനും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് സോഡിനെ ഗേറ്റ് കീപ്പർ ആയിട്ട് അവിടെ നിർത്തിയേക്കുന്നത്. അതുകൊണ്ടാണ് സോഡും സ്കൾ നൈറ്റും കൂടി ഇവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിനുശേഷം നമുക്ക് ഉള്ളിൽ എന്താ കാണിക്കുന്നത് കാണിക്കും. ഉള്ളിലാണെന്നുണ്ടെങ്കിൽ എല്ലാ വൈറ്റ് ഹോക്സിന്റെ മെമ്പേഴ്സിനെയും ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയായിരിക്കും ഓപ്പോസൽസ്. ആൻഡ് ഇവിടെ നമുക്ക് കാസ്കയെ കാണിക്കും. കാസ്കയെ ഒരു വലിയ ഓപ്പോസൽ ഇങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടി വരുമ്പോഴായിരിക്കും പെട്ടെന്ന് തന്നെ അവിടെ ജുഡായി വരിക. ജുഡായി വന്നിട്ട് കാസ്കയെ കുതിരപ്പുറത്ത് എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകാൻ നോക്കും. അതിന് പോകുമ്പോൾ ജുഡായിനോട് കാസ്ക പറയും, എന്നെ വിട്, ഞാൻ അവരായിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന് പറയും. അപ്പൊ ജുഡായി പറയും, നീയാണ് ഇപ്പൊ വൈറ്റ് ഹോക്സിലെ ലീഡർ, സോ നിന്റെ ജീവൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ട് ജുഡായി കാസ്കയെ കേട്ടിട്ട് ആ കുതിരപ്പുറത്ത് ഓടിക്കൊണ്ടിരിക്കും. പക്ഷെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വലിയൊരു ഒപ്പോസിൽ വരും. വലിയൊരു ഒപ്പോസിൽ വന്നിട്ട് നേരെ ജുഡായിയെ അറ്റാക്ക് ചെയ്യാൻ ജുഡായിയുടെ ഒരു കൈ അറ്റ് പോകും. അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള അറ്റാക്ക് ചെയ്യും. ആൻഡ് ഇത് കണ്ട കാസ്ക അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് തിരിച്ച് അറ്റാക്ക് ചെയ്യും. ആൻഡ് ഈ വലിയൊരു ഒപ്പോസിൽ ആയതുകൊണ്ട് തന്നെ കാസ്ക ആദ്യം പതറെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു അറ്റാക്ക് ചെയ്തിട്ട് ആ ഒപ്പോസിലിനെ അവിടെ കൊല്ലും. ആൻഡ് ജുഡായി എടുത്തുകൊണ്ട് കാസ്ക അവിടുന്ന് പോകും. കാസ്ക കരഞ്ഞോണ്ടിരിക്കുകയായിരിക്കും. കാരണം കാസ്കക്ക് വേണ്ടിയിട്ട് ജുഡായി ഇപ്പൊ അവളുടെ കൈ തന്നെ അറ്റുപോയിട്ടുണ്ട്. അങ്ങനെ ഒരു സാക്രിഫൈസ് അവൾക്ക് വേണ്ടി ചെയ്തതല്ലേ. അതുകൊണ്ട് തന്നെ കാസ്ക ഇത് ആലോചിച്ചിട്ട് കരഞ്ഞോണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് കാസ്ക ഇങ്ങനെ കരയുന്ന കണ്ടിട്ട് ജുഡായി ഒന്ന് നോക്കിയിട്ട് ചിരിക്കും. കാരണം കാസ്ക ഒരു ഫാമിലി മെമ്പർ പോലെ ആയിരിക്കും അവൾ കണ്ടിട്ടുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ കാസ്ക അവളെ ഇത്രയും സ്നേഹിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ജുഡായി ഇങ്ങനെ ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ടാവും അവിടെ. ആൻഡ് കാസ്ക ഭയങ്കര ദേഷ്യത്തോടെ തന്നെ, അതായത് ജുഡായിനെ അറ്റാക്ക് ചെയ്ത മോൺസ്റ്ററിനെ ഭയങ്കര ദേഷ്യത്തോടെ തന്നെ കാസ്ക അറ്റാക്ക് ചെയ്യും. ആൻഡ് കാസ്ക മോൺസ്റ്ററിനെ അവിടെ കൊല്ലും. ആൻഡ് ഇവിടെ ജുഡായി ഭയങ്കരമായിട്ട് ഡാമേജ് ആയതുകൊണ്ട് തന്നെ ജുഡായി ഇവിടെ മരിച്ചു പോകും. ആൻഡ് ഇതിനുശേഷം നമുക്ക് കാണിക്കുന്ന ഒരുപാട് മോൺസ്റ്റേഴ്സ് ഒപ്പോസൽസ് കാസ്കയെ നോക്കി വരുന്നതായിരിക്കും. ആൻഡ് ഇങ്ങനെ വന്ന ഒപ്പോസൽസ് എല്ലാവരും കൂടിയിട്ട് കാസ്കയെ ക്യാപ്ചർ ചെയ്യും. പക്ഷെ കാസ്ക ആരും ഉപദ്രവിക്കുന്നുണ്ടാവില്ല, ജസ്റ്റ് കാസ്കയെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് വെക്കും. ആൻഡ് ഇതേ സമയത്ത് ഗഡ്സ് എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഒപ്പോസൽസ് ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവന്റെ കൺമുന്നിൽ വെച്ചിട്ട് തന്നെ വൈറ്റ് ഹൗസിൽ ഒരുപാട് മെമ്പേഴ്സ് മരിച്ചില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യത്തിലാവും. ബാക്കിയുള്ള മോൺസ്റ്റേഴ്സിനെ എല്ലാവരും ഓരോരുത്തരായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയായിരിക്കും ഓരോ ഓപ്പോസൽസിനെ. ഇവിടെ കണ്ടിട്ട് നമുക്ക് ഗ്രിഫിത്തിനെ കാണിക്കും. ഗ്രിഫിത്തിന്റെ അവിടെ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവൻ വേറൊരു റിയാലിറ്റിയിൽ എത്തപ്പെടുന്നത്. ഈ ബെർസേർക്ക് വേൾഡിൽ ഒരുപാട് റിയാലിറ്റീസ് ഉണ്ട്. അതായത് നമ്മുടെ ടോപ്പിൽ നിൽക്കുന്ന ഹ്യൂമൻ വേൾഡിന്റെ അടിയിൽ തന്നെ ഷാലോ ലെയർ, അതിന്റെ തന്നെ ക്ലിയോപാത്ത് പറഞ്ഞിട്ട് ഡിവൈൻ പറഞ്ഞിട്ട് അതിന്റെ ഏറ്റവും ബോട്ടമിലെ ഹെൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ലെയേഴ്സ് ആയിട്ടാണ് ഇത് തരം തിരിച്ചു വെച്ചേക്കുന്നത്. ആൻഡ് ഗ്രിഫിത്ത് ഇതിന്റെ ബോട്ടം ലെയർ ആയിട്ടുള്ള ഹെല്ലിലോട്ടായിരിക്കും. ആൻഡ് അവിടെ എത്തിയതിനു ശേഷം ഗ്രിഫിത്ത് ഒരുപാട് ബെഹലറ്റ്സ് കാണും. ആൻഡ് ഈ ബെഹലത്തിലുള്ള ഫേസ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഡ്രീമിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്തില്ല, അവരുടെ എല്ലാം മുഖങ്ങളായിരിക്കും ആ ബെഹലത്തിൽ ഉണ്ടാവുക. ആൻഡ് അതിന്റെ ബോട്ടമിൽ എത്തിയതിനു ശേഷം അവനൊരു ഹാർട്ട് കാണും, അതായത് വലിയൊരു ഹൃദയം കാണും. ആൻഡ് ആ ഹാർട്ടിൽ നിന്ന് ഡാർക്ക്നെസ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഡാർക്ക്നെസ് വെളിപ്പെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഈ ഹാർട്ട് ഗ്രിഫിത്തിനെ കണ്ടതും ഗ്രിഫിത്തിനോട് സംസാരിക്കാൻ തുടങ്ങും. ഹായ് ഹ്യൂമൺ എന്ന് പറയും. ആൻഡ് ഇത് കണ്ടിട്ട് ഗ്രിഫിത്ത് അങ്ങോട്ട് ചോദിക്കും, നിങ്ങളാണോ ദൈവം എന്ന് ചോദിക്കും. ആൻഡ് ഇതിന് മറുപടി ആയിട്ട് ആ ഹാർട്ട് പറയും, ദൈവം ഞാനല്ല, പക്ഷെ ദൈവം എന്ന് പറയുന്നത് ആ ഐഡിയ ഇല്ലേ, ആ ഐഡിയ ഞാനാണെന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ഗ്രിഫിത്ത് ചോദിക്കും, ഇപ്പം ബാക്കിയുള്ള മനുഷ്യന്മാർ അതായത് ആരാധിക്കുന്ന ദൈവങ്ങളെല്ലാം ഫേക്ക് ആണോ എന്ന് ചോദിക്കും. ആൻഡ് നിങ്ങളാണ് ദൈവം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ദൈവം ഒട്ടും ശരിയല്ല, കാരണം ഈ സ്ഥലം കാണാൻ നരകം പോലെയുണ്ട്, ഈ നരകത്തിൽ മൊത്തം ഈവിളാണെന്ന് ഗ്രിഫിത്ത് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ആ ഹാർട്ട് പറയും, നീ പറയുന്നത് ശരിയാണ്, ഇതാണ് ഹ്യൂമൻ കോൺഷ്യസിന്റെ അവസാനത്തെ ഘട്ടം, ഇതാണ് ഹെൽ എന്ന് പറയും. ആൻഡ് ഈ സ്ഥലം മൊത്തം മനുഷ്യന്മാരുടെ വെറുപ്പും അസൂയയും അവരിൽ ഉണ്ടാവുന്ന ഈവിൾ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൊണ്ടും നിറഞ്ഞതാണെന്ന് പറയും.
ആൻഡ് ഇത് കേട്ടിട്ട് ഗ്രിഫിത്ത് ചോദിക്കും മനുഷ്യന്മാർ എന്തിനാണ് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പൊ ഹാർട്ട് പറയും മനുഷ്യന്മാർക്ക് എന്തിനും ഒരു കാരണം വേണം, അവർക്ക് ജീവിക്കാൻ ഒരു കാരണം വേണം, അവർക്ക് എന്തിനായാലും ഒരു കാരണം വേണം, എന്റെ ഒന്ന് വിഷമിക്കാൻ പോലും മനുഷ്യന്മാർക്ക് കാരണം വേണം. സോ അങ്ങനെയൊന്നും കാരണം ഇല്ലാത്തൊരു മനുഷ്യന്റെ ജീവിതം അതൊരു അർത്ഥമില്ലാത്ത ജീവിതമായിപ്പോ. സോ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ മനുഷ്യന്മാരുടെ അകത്തും ഉണ്ടാവും അവർക്കൊരു വെറുപ്പായിട്ട്, അല്ലെങ്കിൽ അവർക്കൊരു ഹേറ്റ്രഡ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അസൂയ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, എന്തിനാണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ ഞാൻ ഉണ്ടാവും എന്ന് പറയും ഈ ഹാർട്ട്. ആൻഡ് ഇതിനുശേഷം ഗ്രിഫിത്ത് ചോദിക്കും നിങ്ങൾ എന്തിനാണ് എന്നെ ചൂസ് ചെയ്തതെന്ന് ചോദിക്കും ഹാർട്ടിനോട്. അപ്പൊ ഹാർട്ട് പറയും നീ ജനിച്ചപ്പോ തന്നെ നീ ഇങ്ങോട്ട് വരുന്നുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നു, നിന്റെ വിധി അതാണ്, നിന്റെ വിധിക്ക് വേണ്ടിയിട്ടാണ് നീ ഇത്രയും പേരെ ബലി കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഇത്രയും നാൾ നടന്ന എല്ലാ കാര്യങ്ങളും ഈ ഡെസ്റ്റിനിക്ക് വേണ്ടിയിട്ടായിരുന്നു, നീ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഈ ഒരു മൊമെന്റിന് വേണ്ടിയിട്ടായിരുന്നു, ഇതാണ് ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ ഡെസ്റ്റിനി എന്ന് പറയും ഹാർട്ട്. ആൻഡ് ഇതിനുശേഷം ഗ്രിഫിത്ത് ചോദിക്കും ഇപ്പൊ എന്റെ അടുത്ത് നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കും. അതിന് ഹാർട്ട് പറയും നിന്റെ ഹൃദയത്തിലും ഈവിൾനെസ് ഉണ്ട്, എന്റെ ഹൃദയത്തിലും ഈവിൾനെസ് ഉണ്ട്, നമ്മുടെ രണ്ടുപേരുടെയും ഡെസ്റ്റിനി ഒന്ന് തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഞാൻ നിന്നെ കൺട്രോൾ ചെയ്യില്ല, നിനക്ക് എന്താണോ വേണ്ടത് അങ്ങനെ നിനക്ക് ചെയ്യാം, നിനക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും എന്നോട് ചോദിക്കാന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ഗ്രിഫിത്ത് ഐ വാണ്ട് വിങ്സ് എന്ന് പറയും, അതായത് അവന് വിങ്സ് വേണമെന്ന് പറയും. അപ്പൊ തന്നെ ഗ്രിഫിത്തിന് വിങ്സ് മുളയ്ക്കാൻ തുടങ്ങും. ആൻഡ് ഈ ഹാർട്ടിനെ ഇവിടെ ഒരു ദൈവമായിട്ടല്ല ഇവിടെ കാണിക്കുന്നത്, ഈ ഹാർട്ടിനെ പ്യുവർ ഈവിൾ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ഒരു മനുഷ്യന്റെ മനസ്സിൽ എത്രത്തോളം ഈവിൾനെസ് ഉണ്ടോ അത്രത്തോളം ഈ ഹാർട്ടും അയാളും തമ്മിലായിട്ട് കണക്ഷൻ ഉണ്ടാവും. ഇവിടെ ഏറ്റവും കൂടുതൽ ഇവൾനെസ് ഉള്ള ആളാണ് ഗ്രിഫിത്ത്. അവന്റെ ചെറുപ്പം മുതൽ തന്നെ അത് ഫോം ചെയ്ത് വന്നിട്ടുണ്ട്, നമുക്കത് കാണിച്ചു തന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഗ്രിഫിത്ത് ചൂസൺ വണ്ണാതെ എല്ലാം ഡെസ്റ്റിനിയാണ്. ആൻഡ് ഗ്രിഫിത്ത് ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്തിരിക്കുമ്പോൾ നമുക്ക് ഗഡ്സിനെ കാണിക്കും. ഗഡ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രിഫിത്തുള്ള എഗ്ഗ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അവിടെയുള്ള ഒപ്പോസൽസ് ആയിട്ട്. ആൻഡ് ഒപ്പോസൽസ് ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗഡ്സ്, അതായത് ഒരു ഒപ്പോസലായിട്ട് ഫൈറ്റ് ചെയ്തതിനു ശേഷം ഗഡ്സ് അവിടെ നിന്ന് തിരിഞ്ഞ് നോക്കുമ്പോഴായിരിക്കും അവന്റെ വൈറ്റ് ടോക്സിൽ ഉണ്ടാവുന്ന ഒരു മെമ്പർ പോലും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടാവില്ല. ഇൻഫാക്ട് വൈറ്റ് ടോക്സിലെ മെമ്പേഴ്സിനെ എല്ലാം ഈ ഒപ്പോസൽസ് കഴിച്ചിട്ട് അവരുടെ ഒരു രൂപം തന്നെ, അതായത് വൈറ്റ് ടോക്സിലെ രൂപത്തിലുള്ള ഒപ്പോസൽസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ആൻഡ് ഇതിനുശേഷം കാണിക്കുന്നത്, അതായത് കാസ്കയെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാസ്കയുടെ ദേഹത്തുണ്ടായിരുന്ന എല്ലാ ഡ്രസ്സുകളും മാറ്റിയിട്ട് കാസ്കയെ ഫുള്ളി നെയ്ക്കഡ് ആക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒപ്പോസൽസ് എല്ലാവരും കൂടിയിട്ട് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. ആൻഡ് ഇത് കണ്ട ഗഡ്സ് ഭയങ്കര റേജിൽ കാസ്കയെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും ഒരു വലിയ ഒപ്പോസിൽ വന്നിട്ട് ഗഡ്സിന്റെ കൈ കടിക്കുന്നത്. ആൻഡ് ഈ ടൈമിൽ കാസ്ക ഫുള്ളായിട്ട് അൺകോൺഷ്യസ് ആയിട്ടുണ്ടാവും, അവൾക്ക് എന്താ നടക്കുന്നൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നത് കംപ്ലീറ്റ് ഫോർമേഷൻ, അത് കംപ്ലീറ്റ് ഫോർമേഷൻ ആയിട്ടുള്ള ഗ്രിഫിത്തിനെയാണ്, അതായത് വിങ്സ് എല്ലാം വന്ന് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഗോഡാൻ മെമ്പറായി നിൽക്കുന്ന ഗ്രിഫിത്തിനാണ് നമുക്ക് കാണിക്കുന്നത്. ഗ്രിഫിത്ത് അവന്റെ ഫുൾ വിങ്സ് എല്ലാം വെച്ചിട്ട് ആ എഗ്ഗിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഗോഡാൻ മെമ്പേഴ്സിൽ എല്ലാവരും പറയും നമ്മുടെ 5ാമത്തെ ഗോഡാൻ മെമ്പർ ആയിട്ടുള്ള ഫെംറ്റോ വന്നിട്ടെന്ന് പറയും. ആസ് എ ഗോഡാൻ മെമ്പർ ഗ്രിഫിത്തിന്റെ പേര് ഫെംറ്റോ എന്നായിരിക്കും. അപ്പോൾ ഫെംറ്റോ വന്നിട്ടുണ്ടെന്ന് ബാക്കിയുള്ള ഗോഡാൻ മെമ്പേഴ്സ് എല്ലാവരും പറയും. ആൻഡ് ഗ്രിഫിത്ത് നേരെ ഗഡ്സിന്റെ മുന്നിലോട്ട് വന്ന് നിൽക്കും. ആൻഡ് ഗഡ്സിന്റെ മുന്നിലോട്ട് വന്ന് നിന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ഒപ്പോസൽസ് എല്ലാവരും കാസ്കയെ കൊടുത്തിട്ട് ഫെംറ്റോന്റെ മുന്നിൽ കൊടുത്ത് നിർത്തും. ആൻഡ് ഇവിടെ എന്താ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ കാസ്ക ഫുള്ളായിട്ട് നേക്കഡ് ആയിരിക്കും. സോ ഗ്രിഫിത്ത് ഇവിടെ കാസ്കയെ സെക്ഷുവലായിട്ട് അബ്യൂസ് ചെയ്യും. ഇത് രണ്ടായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് അനിമേഷനിൽ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ കാസ്ക അതായത് ലിറ്റിൽ ബിറ്റ് ആയിട്ട് എൻജോയ് ചെയ്യുന്ന പോലെയാണ് ഈ കാണിക്കുന്നത്. മാങ്കേല അങ്ങനെയല്ല, മാങ്കേല അത് സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യും. ആൻഡ് കാസ്ക എങ്ങനെ ഗ്രിഫിത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗഡ്സ് ആകെ റേജ് മോഡിലോട്ട് പോകും. ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് അവന്റെ കൈ തന്നെ അവൻ കത്തി വെച്ച് അറുത്ത് കളഞ്ഞിട്ട് കാസ്കയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഓടും. പക്ഷെ പെട്ടെന്ന് തന്നെ വേറൊരു ഒപ്പോസിൽ വന്നിട്ട് ഗഡ്സിനെ അവിടെ അറ്റാക്ക് ചെയ്തിട്ട് നിലത്തോട്ട് ഇങ്ങനെ ചവിട്ടി നിർത്തും. ആൻഡ് ഈ സമയത്ത് എല്ലാം ഗ്രിഫിത്ത് കാസ്കയായിട്ട് അതായത് സെക്ഷലി അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിട്ട് ഗ്രിഫിത്തിന് കൈ വിട്ടു പോകും. ഗ്രിഫിത്ത് റേജ് ആയിട്ട് അവന്റെ മൊത്തം റേജും അവിടെ പുറത്ത് കാണിക്കും. ആൻഡ് ഇതിനുശേഷം നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ, അതായത് ഡ്രസ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, ഞാനിത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് വീണ്ടും റെക്കോർഡ് ചെയ്യുന്നത്. സോ എനിക്കിതല്ല പണി, ഞാൻ ചെറിയൊരു ഹോബി പോലെ കൊണ്ട് നടക്കുന്നേ ഉള്ളൂ. എനിക്ക് വേറെയും ഒരുപാട്, അതായത് ഞാനൊരു 9 to 5 ചെയ്യുന്ന ഒരാളാണ്. സോ എനിക്ക് അതിൻ്റെതായ കാര്യങ്ങൾ, എനിക്ക് എൻ്റെ ഫാമിലി ഉണ്ട്. സോ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. പിന്നെ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ ചുമ്മാ വായ്ത്താളടിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, എനിക്കിത് അല്ലാണ്ട് പണി വേറെ ഉണ്ട്. സോ എനിക്കിതില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാനിത് ചെയ്യുന്നത് ഒരു പാഷൻ്റെ പുറത്ത് മാത്രമാണ്. ഇതിനെ ചോദിക്കുന്ന, അതായത് ബസ് ഒക്കെ എവിടെയെന്ന് ചോദിക്കുന്ന, ബസ് എങ്ങനെ വേണമെന്ന് പറയുന്നത്, അതുപോലെ തന്നെ ബ്ലൂ ലോക്ക്, അതുപോലെ ഞാൻ ചെയ്യുന്ന ഏത് വീഡിയോ ആണെങ്കിലും അത് വേണം, അത് എനിക്ക് കാണാൻ, അതായത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇഷ്ടമാണെന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്, അധികമൊന്നുമില്ല, കുറച്ച് പേരുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. സോ നിങ്ങൾ ചുമ്മാ വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ കോണടിക്കുന്നതുകൊണ്ട് എനിക്ക്, ഞാൻ നാളെ തന്നെ അതായത് എൻ്റെ അമ്മമ്മ മരിച്ചതിൻ്റെ കാര്യം ഇട്ടപ്പോൾ തന്നെ ഒരുത്തൻ വന്നിട്ട്, അത് പോട്ടെ, ശരി എന്നാ, ബൈ ഗൈസ്, ബൈ.